കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ബഷീറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അറിയുന്നു. ഓണം കഴിഞ്ഞ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഐഷ റഷയുടെ ആൺ സുഹൃത്തായ ബഷീറുദ്ദീനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദീപക് തർമ്മണം, കോഴിക്കോട്. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാ തിരിഞ്ഞു നോക്കുന്നത്? അല്ല, തെരുവുനായ ശല്യമല്ലോ ഉണ്ടോ അവിടെ കോഴിക്കോട്? വെരി ഗുഡ് മോർണിംഗ്. പൂരാട ദിനാശംസകൾ എസ് കെ എൻ. ചെറിയ തോതിലുണ്ട് തെരുവുനായ ശല്യം. ഈ ഓണക്കാലത്തും പോലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പം നമ്മുടെ മുൻപിൽ തെരുവുനായ്ക്കളൊന്നുമില്ല. അതെ, നോക്കണം. പിന്നെന്നുള്ള കടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുൻപെന്നാണെങ്കിൽ നമ്മൾ കാണും. എസ് കെ എൻ, പൂരാട ദിനാശംസകൾ. ഈ ഓണം കഴിഞ്ഞ് ഈ ബഷീറുദ്ദീനെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയാണ് പോലീസിൻ്റെ തീരുമാനം. കാരണം ഈ ഓണത്തിരക്കിനിടയിൽ പോലീസിന് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെയും ഇതിൻ്റെ ചോദ്യം ചെയ്യലിനും വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അതിന് സമയം ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായി മംഗലാപുരത്ത് പഠിക്കുന്ന ആ കുട്ടി ഐഷ റഷ ആൺസുഹൃത്തിനൊപ്പം ഇടയ്ക്കൊക്കെ താമസിക്കാറുണ്ട്, അവിടെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ആൺസുഹൃത്തിൻ്റെ വാടക വീട്ടിൽ എരഞ്ഞിപ്പാലത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കഴിഞ്ഞ ഞായറാഴ്ച കാണുകയായിരുന്നു. പക്ഷേ അയാൾ തന്നെയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിലും മറ്റൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ പോലീസിൻ്റെ പിന്നീടുള്ള അന്വേഷണത്തിൽ സൈബർ സെൽ ചില തെളിവുകൾ കിട്ടുന്നു. അത് മംഗലാപുരത്തെ സുഹൃത്തുക്കൾ നൽകിയ മൊഴിയും തെളിവുകളുമാണ് അതിൽ നിർണായകമായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബഷീറുദ്ദീനാണ് ഞാൻ മരിച്ചാൽ കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബഷീറുദ്ദീനെ കേസിലെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ ഓണം കഴിഞ്ഞ ഉടനെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കിടക്കും. കാരണം ഈ കേസിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ചായിരിക്കും തുടർ നടപടി. എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.